സ്കൂളുകളുടെ യശസ് ഉയർത്താൻ അംഗപരിമിതരുടെ അക്കൗണ്ടിലൂടെ 100 മേനി കൊയ്യാനൊരുങ്ങുന്ന സ്കൂളുകൾക്ക് ഇക്കുറി പിടിവീഴും. തട്ടിക്കൂട്ടി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ സ്ക്രൈബുകളെയും ഇന്റർപ്രറ്ററെയും ഉപയോഗിച്ച് പരീക്ഷ എഴുതിപ്പിച്ച് സ്കൂളിന്റെ റിസൾട്ട് മെച്ചപ്പെടുത്തുന്ന സ്കൂളുകൾ അംഗപരിമിതർക്കായുള്ള സംസ്ഥാന കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലാണ്. അംഗപരിമിതർക്കായുള്ള സംസ്ഥാന കമ്മീഷന്റെ വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അംഗപരിമിതരുടെ അക്കൗണ്ടിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. സ്ക്രൈബുകളെയും ഇന്റർപ്രറ്ററെയും ആവശ്യമുള്ളവർ സ്കൂൾ പ്രവേശനത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ ഇതിനായുള്ള അപേക്ഷകൾ സ്കൂളുകളിലും അവിടെ നിന്ന് ബന്ധപ്പെട്ട മറ്റു വിഭാഗങ്ങളിലും സമർപ്പിക്കണം. പിന്നീടുള്ള 3 മാസക്കാലം ഇതിനായുള്ള പരിശോധനകൾ നടത്തി അർഹതയുള്ളവരാണെന്ന് തെളിയിച്ചിരിക്കണം. അവസാനത്തെ 3 മാസത്തിനുള്ളിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഇനി മുതൽ ഈ സൗകര്യം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുള്ളൂ. SSLC +2 പരീക്ഷ അടുക്കുമ്പോൾ വൻതോതിൽ അംഗപരിമിതരുടെ അപേക്ഷകൾ ചില സ്കൂളുകൾ സമർപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അംഗപരിമിതർക്കായുള്ള സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ ജി ഹരികുമാർ കർശന നിരീക്ഷണത്തിനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പല സ്കൂളുകളും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ തട്ടിക്കൂട്ടി സ്ക്രൈബുകളെയും ഇന്റർപ്രറ്ററെയും ഉപയോഗിച്ച് കൂടുതൽ സമയം അനുവദിച്ചും മിടുക്കു കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിക്കൊടുക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് നടപടി കർശനമാക്കിയിരിക്കുന്നത്. ഇത്തരം വൈകല്യങ്ങളുള്ള കുട്ടികളിലേറെയും 8 വയസ്സിനുള്ളിൽ ഇത് പ്രകടിപ്പിക്കാറുണ്ടെന്ന് ഡോക്ടർ ജി ഹരികുമാർ പറയുന്നു. കഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്തിൽ സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം അധ്യാപകർക്ക് ഇത്തരക്കാരെ തിരിച്ചറിയുന്നത് സംബന്ധിച്ച് ആവശ്യമായ പരിശീലനം നൽകിയിരുന്നു. ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെ 700ഓളം ഡോക്ടർമാരുടെ സഹായത്താൽ 1200 സെന്ററുകളിൽ 2000 കോഴ്സുകൾ സംഘടിപ്പിച്ചാണ് പരിശീലനം നൽകിയിരിക്കുന്നത്. അംഗപരിമിതരെയും ഭിന്നശേഷിക്കാരെയും കണ്ടെത്താൻ ഈ വർഷം മുതൽ സംസ്ഥാനത്തെ CBSE, ACSE, ISC തുടങ്ങിയ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലെ മുഴുവൻ സ്കൂളുകളിലെയും അധ്യാപകർക്കും പരിശീലനം നൽകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.